കഴിഞ്ഞ മാസമായിരുന്നു നടൻ ബാലയും അമ്മാവന്റെ മകൾ കോകിലയുമായുള്ള വിവാഹം നടന്നത്. മുൻ ഭാര്യ അമൃത സുരേഷും ബാലയും തമ്മിലുള്ള ചില വിവാദങ്ങൾക്ക് ശേഷമായിരുന്നു ബാലയുടെ വിവാഹം നടന്നത്. ആ സമയത്ത് ബാലയെക്കുറിച്ച് അമൃത സുരേഷ് പറഞ്ഞ ചില കാര്യങ്ങളും ചർച്ചയായിരുന്നു. ബാലയുടെ 4ാമത്തെ വിവാഹമാണ് കോകിലയുമായി നടന്നതെന്നും തന്നെ വിവാഹം ചെയ്യും മുമ്പ് കർണാടക സ്വദേശിനിയായ ചന്ദന സദാശിവ റെഡ്ഡി എന്ന പെൺകുട്ടിയെ നടൻ വിവാഹം ചെയ്തിരുന്നുവെന്നുമാണ് അമൃത പറഞ്ഞത്. താൻ ഈ വിവരം അറിഞ്ഞത് ബാലയുമായുള്ള വിവാഹ നിശ്ചയത്തിന് ശേഷം ആയിരുന്നുവെന്നും അമൃത സുരേഷ് വെളിപ്പെടുത്തിയിരുന്നു. ഇപ്പോഴത്തെ താൻ 4 വിവാഹം കഴിച്ചിട്ടുണ്ടോ എന്ന ആളുകളുടെ സംശയങ്ങൾക്ക് ബാല തന്നെ മറുപടി നൽകിയിരിക്കുകയാണ്. ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ പുതിയ അഭിമുഖത്തിലാണ് വിവാദങ്ങൾക്കുള്ള മറുപടി ബാല നൽകിയത്. ബാലയ്ക്കൊപ്പം ഭാര്യ ഗോകുലയും അഭിമുഖത്തിൽ പങ്കെടുത്തു. ആളുകൾ തന്നെക്കുറിച്ച് പറയുന്നത് പച്ചക്കള്ളമാണെന്നാണ് ബാല പറയുന്നത്. സ്കൂൾ കാലം മുതൽ കുറച്ചു കാലം ചന്ദനയുമായി പ്രണയമായിരുന്നുവെന്നും എന്നാൽ വിവാഹം കഴിച്ചിട്ടില്ലെന്നുമാണ് ബാല പറഞ്ഞത്. വിവാദങ്ങൾ അറിഞ്ഞ് മുൻ കാമുകി തന്നെ വിളിച്ചിരുന്നുവെന്നും നടൻ പറയുന്നുണ്ട്. അതേക്കുറിച്ച് ബാലയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: പച്ചക്കള്ളങ്ങൾ ആളുകൾ തന്നെക്കുറിച്ച് പറയുന്നു, അതിനൊരു പരിധിയുണ്ട്. എന്നെയും കോകിലയും കുറിച്ചെല്ലാം പറയുന്നുണ്ട്. ഞാൻ എന്താ 4 കെട്ടിയവനാണോ? മണ്ടന്മാരല്ലേ ഇങ്ങനെയൊക്കെ സംസാരിക്കൂ. ലീഗലി കോകിലയുമായി നടന്നത് തന്റെ 2ാം വിവാഹമാണ്. താൻ പ്രണയിച്ച പെണ്ണുമായി കോകില സംസാരിച്ചിട്ടുണ്ട്. ചന്ദന സദാശിവ റെഡ്ഡി എന്ന കന്നഡക്കാരിയെ താൻ വിവാഹം ചെയ്തുവെന്നാണ് പലരും പറയുന്നത്. അവൾ തന്നെ ഇതെല്ലാം അറിഞ്ഞു വിളിച്ചു. അതെല്ലാം കേട്ട് അവൾ ചിരിക്കുകയാണ് ചെയ്യുന്നത്. തങ്ങൾ പ്രണയിച്ചിട്ടുണ്ട്. 6ാം ക്ലാസ് മുതൽ ഒരുമിച്ചാണ് പഠിച്ചത്. താൻ തന്നെയാണ് ചന്ദനയുടെ പേര് അമൃത സുരേഷിനോട് പറഞ്ഞത്. 21ാം വയസ്സിൽ ചുമ്മാ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി അമ്പലത്തിൽ പോയി, കല്യാണം കഴിക്കാൻ വേണ്ടി. പിന്നീട് അത് വീട്ടുകാരെല്ലാം വന്ന് ക്യാൻസൽ ചെയ്തു. റെഡ്ഡി എന്നാൽ തെലുങ്കാണ്, അല്ലാതെ കന്നഡയല്ല എന്നും ബാല പറഞ്ഞു. ചന്ദന എന്നെ വിളിച്ചിരുന്നു. ഞങ്ങൾ ഇതെല്ലാം പറഞ്ഞു ഒരുപാട് ചിരിച്ചു. യുഎസിൽ ഭർത്താവിനൊപ്പമാണ് ചന്ദനയുള്ളത്. 2 പെൺമക്കളുണ്ട് അവർക്ക്. വീഡിയോ കോളിൽ വിളിച്ച് കോകിലയുമായും അവർ സംസാരിച്ചു. അവർക്കും ഒരു ഭർത്താവില്ലേ? അദ്ദേഹം ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ എന്ത് വിചാരിക്കുമെന്നും അതാണ് തനിക്ക് ഇത്തരം വാർത്തകൾ വരുമ്പോൾ ദേഷ്യം വരാൻ കാരണമെന്നും ബാല പറയുന്നുണ്ട്. തങ്ങൾ തമ്മിൽ പ്രണയമേ ഉണ്ടായിരുന്നുള്ളൂവെന്നും വിവാഹമായിരുന്നില്ല, 21ാം വയസ്സിൽ നടന്ന സംഭവമാണ്, അതൊക്കെയാണ് ഇപ്പോൾ ചർച്ചയാകുന്നതെന്നും ബാല പറഞ്ഞു. മാത്രമല്ല എലിസബത്തിനെ ലീഗലി വിവാഹം ചെയ്തിരുന്നില്ല എന്നും എലിസബത്തിനെ കുറിച്ച് കൂടുതലൊന്നും താൻ പറയില്ല, കാരണം അത് ധർമ്മമല്ല. എലിസബത്ത് എപ്പോഴും നന്നായിരിക്കണമെന്ന് തന്നെയാണ് താൻ എപ്പോഴും ആഗ്രഹിക്കുന്നതെന്നും ആശുപത്രിയിലായപ്പോൾ എലിസബത്ത് തന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്, ആ നന്ദി എനിക്കുണ്ട് എന്നാണ് ബാല 4ാം വിവാഹം കഴിച്ചു വന്ന വാർത്തയോട് പ്രതികരിച്ച് പറഞ്ഞത്. അതേസമയം തന്റെ അറസ്റ്റിനെ കുറിച്ചും ബാല സംസാരിച്ചു. താൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. അന്ന് അറസ്റ്റിലായപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി. പുലർച്ചെ 5 മണിക്കാണ് അറസ്റ്റ് ചെയ്തത്. അന്ന് അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് ഒരു കുട്ടിയുടെ ഫീസിനുള്ള ചെക്ക് എഴുതി കൊടുത്തിട്ടാണ് പോയത്. താൻ സ്നേഹിച്ചാൽ അത്രയും സ്നേഹിക്കും, ദേഷ്യപ്പെട്ടാൽ അത്രയും ദേഷ്യത്തോട് പ്രതികരിക്കും. ഓപ്പറേഷന് ശേഷം ഏപ്രിൽ 1 മുതൽ 10 വരെ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ആ സമയത്താണ് താൻ കോകിലയുടെ സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കുന്നത്. താൻ ഇത്ര ആരോഗ്യവാനായി ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി കോകിലയാണ്. ഒരാണ് മുന്നോട്ട് പോകണമെങ്കിൽ ഒരു പെണ്ണ് കൂടെ ഉണ്ടായിരിക്കണം. ഓപ്പറേഷൻ കഴിഞ്ഞ് ജീവിതം തിരിച്ചു കിട്ടിയപ്പോൾ എല്ലാം മാറുമെന്ന് കരുതി. എന്നാൽ അതിനുശേഷമാണ് താൻ വലിയ നരകം അനുഭവിച്ചത്. കോകില വന്ന ശേഷം, കുടുംബമായതിനു ശേഷം എല്ലാം നന്നായി പോകുന്നുവെന്നും ബാല വ്യക്തമാക്കി. അതേസമയം തന്നെ തന്റെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് തന്നെ ചന്ദന സദാശിവ എന്ന പെൺകുട്ടിയെ ബാല വിവാഹം ചെയ്തിരുന്നുവെന്നും ബാലയുടെ വിവാഹം നേരത്തെ കഴിഞ്ഞതാണെന്ന് അറിഞ്ഞിട്ടും വിവാഹത്തിൽ നിന്നും താൻ പിന്മാറാതെ ഇരുന്നത് ബാലയെ അത്രത്തോളം സ്നേഹിച്ചിരുന്നത് കൊണ്ടാണെന്നും അടുത്തിടെ പങ്കിട്ട വീഡിയോയിൽ അമൃത സുരേഷ് പറഞ്ഞിരുന്നു. ബാലയുടെ മകൾ അവന്തികയും ബാലയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളായിരുന്നു ഉന്നയിച്ചത്. ബാലയുടെ ഏക മകൾ അവന്തിക അമൃതയുടെ സംരക്ഷണയിലാണ്. മകളെ കാണാൻ അമൃതയും കുടുംബവും സമ്മതിക്കുന്നില്ലെന്നത് അടുത്തിടെ വരെ ബാല പരാതിയായി പറയാറുണ്ടായിരുന്നു. എന്നാൽ അച്ഛൻ എന്ന രീതിയിൽ ബാലയെ കാണാനോ സ്നേഹിക്കാനോ തനിക്ക് തോന്നുന്നില്ലെന്ന് മകൾ തന്നെ വീഡിയോയിൽ വന്ന് പറഞ്ഞതോടെയാണ് മകളെക്കുറിച്ചുള്ള സംസാരം ബാല അവസാനിപ്പിച്ചത്. 9 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷമാണ് ബാലയും അമൃത സുരേഷും നിയമപരമായി വേർപിരിഞ്ഞത്. എന്നാലും ഇന്നും അത് സംബന്ധിച്ച വിവാദങ്ങളും ചർച്ചകളും അവസാനിച്ചിട്ടില്ല. വിവാഹമോചനത്തിന് ശേഷം വ്യാപകമായ സൈബർ അറ്റാക്കുകളാണ് അമൃതയ്ക്കും കുടുംബത്തിനും നേരിടേണ്ടി വന്നത്. പറ്റുന്ന അവസരങ്ങളിലെല്ലാം അമൃതയെ നെഗറ്റീവായി ചിത്രീകരിച്ച് ബാലയും എത്തിയിരുന്നു. അവസാനം അതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്ന തലത്തിലേക്ക് വരെ അമൃത എത്തി. നിരന്തരമായ സൈബർ അറ്റാക്കുകൾക്കൊടുവിൽ ബാലയ്ക്കെതിരെ അമൃത സുരേഷ് കേസ് കൊടുക്കുകയും ബാല അറസ്റ്റ് ചെയ്യപ്പെടുകയും ജാമ്യത്തിൽ പുറത്തിറങ്ങുകയും ഉണ്ടായി.